നമുക്ക് സ്വാന്തനയിലേക്ക് പോകാം. അവിടെ ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പ്രചാരണ പരിപാടി നടക്കുകയാണ്. വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടിയിൽ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. സ്വാന്തന സാജു ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാന്തന, ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം, ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടി, അതെങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? ഇപ്പോൾ ഇത് തുടങ്ങുകയായോ? ഈ ലഹരിക്കെതിരെ സംസ്ഥാനത്ത് വളരെ ശക്തമായ പോരാട്ടങ്ങൾ നടന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അതിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടായാലും ഓരോ വ്യക്തികളുടെ ഭാഗത്തു നിന്നായിട്ടായാലും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് നമ്മൾ സംസ്ഥാനത്തുടനീളം ഈ ലഹരിക്കെതിരെ നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോൺഗ്രസിന്റെ സ്വന്തം നേതാവായ രമേശ് ചെന്നിത്തല തന്നെ നയിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. മ്യൂസിയം മുതൽ മാനവീയ വീഥി വരെയാണ് ഈ നമ്മൾ ഡ്രഗ്സിനെതിരെ ഒരു ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രതിരോധം നടത്തിക്കൊണ്ട്. അപ്പൊ ഇന്നിപ്പോൾ താങ്കളുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പരിപാടി നടക്കുകയാണ്. എന്താണ് ഈ പരിപാടിയുടെ ഒരു ആശയം? രണ്ടാമത്തെ വാക്കത്തോണാണ്. ആദ്യത്തെ പരിപാടി കോഴിക്കോട് കടപ്പുറത്ത് ഇതുപോലെ നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടി ഈ പ്രൗഡ് കേരള എന്ന NGOയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇത് രണ്ടാമത്തെ പരിപാടിയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് മാനവീയം വീഥി വരെ പോകുന്നത്. ഇതിൻ്റെ ലക്ഷ്യം മയക്കുമരുന്നിനെതിരെയും ലഹരിക്കെതിരെയും ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയിൽ വ്യാപകമായി ബാധിച്ചിരിക്കുന്ന ഈ ഡ്രഗ്സിന് അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും അതോടൊപ്പം തന്നെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാ ജില്ലകളിലും നടത്താനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിൻ്റെ തുടക്കമായിട്ടാണ് കോഴിക്കോട്, തിരുവനന്തപുരം, അടുത്ത എറണാകുളത്താണ്. അങ്ങനെ എല്ലാ ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശം. രാഷ്ട്രീയമായി വളരെ വലിയ ചർച്ചകൾ നടക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ താങ്കൾ ഇന്നിപ്പോൾ നിലമ്പൂരിലേക്ക് പോകുന്നുണ്ടോ? എന്താണ് തീരുമാനം? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലേക്ക് എത്തും. ഇപ്പൊ അൻവറൊക്കെ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണെന്ന് പറയാം. ഇപ്പം പറയുന്നില്ല. ഓക്കെ, അപ്പം അൻവറിനെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ തന്നെ പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ലഹരിയെ കുറിച്ച് സംസാരിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പ്രമുഖരായ നിരവധി ആളുകൾ, തലസ്ഥാനത്തെ തന്നെ പ്രമുഖരായ നിരവധി ആളുകളുണ്ട്. DCC പ്രസിഡന്റ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രൗഡ് കേരള NGO യൂണിയന്റെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ഇവിടെ. വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിലാണ് ഈ ഒരു പ്രചാരണ പരിപാടി. ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ. നേരത്തെ കോഴിക്കോടുണ്ടായിരുന്നു, ഇപ്പോൾ തിരുവനന്തപുരത്ത് എല്ലാ ജില്ലകളിലും നടത്തുമെന്നാണ് പറയുന്നത്. ഒപ്പം ഇന്ന് നിലമ്പൂരിലേക്ക് പോകുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. പ്രതികരണം അപ്പോൾ ഉണ്ടാകും. അതിന്റെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം.